ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചാനലിൽ ഗെയിമിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് ഗെയിം പ്ലേ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കളിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നൈറ്റ് മെയർ ആണ് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാം. ഇങ്ങനെ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഗൈസ്. ഇത് നൈറ്റ് മെയർ ആണ്. നമുക്ക് വല്ലാതൊരു പിടുത്തൊന്നുമില്ല. ഇതൊക്കെ ചോര തോന്നും ഗൈസ്. ഇതൊക്കെ തുറന്നു നോക്കാം. പിന്നെ നേരെ ഞങ്ങൾ വാതി തുറന്ന് പോവാം. ഗ്രാമച്ചിൻ്റെ രൂപം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഗ്രാമച്ചിന് കണ്ണില്ല. നടക്കുമ്പോൾ ചോരയിലൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടും. എന്തൊക്കെ ഒരു സുഖില്ലേട്ടോ വേസ്. എനിക്ക് എന്തായാലും നൈറ്റ് മാറി തോന്നുന്നു. എൻ്റെ എൻജിൻ പാർട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ ഇവിടെ ഒരു വഴിയുണ്ട്, ഇങ്ങോട്ട് പോയേക്കാം. എടുക്ക്, ഞാൻ പോവാ. ഇങ്ങനെ നമ്മളിത് ഒരു വട്ടം കളിച്ചാണ് അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് വഴിയൊക്കെ ഒന്ന് അറിയാം. ഇതിന് നേരെ ബോണ്ട് എടുക്കുക. കാറൊക്കെ പക്കൊക്കെ ഇടുന്നതായിരിക്കും. തിരുമ്പൊക്കെ പിടിച്ച് ഒന്നാകെ ഇങ്ങോട്ട് ഇതായിരുന്നു. എന്തെന്ത് ഇവിടെ എന്താ ബ്രഞ്ച്, ഇവിടെ സ്പാർക്ക് പ്ലഗ്, ഇവിടെ കാർ ബാറ്ററി. ചെയിൻ കട്ടർ കിട്ടിയിട്ടുണ്ട് ടോയ്സ്. ഇവിടെ ഞാൻ ചെയിൻ കട്ടർ യൂസ് ചെയ്യണ്ട. ഇവിടെ ഒന്നും ചെയിൻ കട്ടർ യൂസ് ചെയ്യില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ മുകളിൽ തന്നെ പോവാം. പിന്നെ മുകളിൽ ഒരു സംഭവമുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഒരു വാതിലുണ്ട്, പുറത്തൊക്കെ പോവാം. പക്ഷെ നമുക്കിവിടെ ഈ ഒരു സ്ഥലത്ത് പോകാം കേട്ടോ. അത് നേരെ നമ്മളെ പുറത്തൊക്കെ എത്തിക്കും. എനിക്ക് ഈ സ്പേസൊക്കെ വളരെ ഇഷ്ടമായിട്ടോ. ഒരു ചോരയുടെ കുളിച്ചൊരു ഫീല്. ഗ്യാസ്ലീൻ ക്യാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ കാറിൽ പെട്രോൾ അടിക്കാനുണ്ടോ. പെട്രോൾ വെച്ചാൽ ഗ്യാസ്ലീൻ. അപ്പോൾ നേരെ ഇങ്ങനെ പോവാം. ഇത് അമ്മച്ചിൻ്റെ റൂമിൽ നിന്നുണ്ട്. ഇവിടെ ഹാമറാണ്. നീല ഹാമറിനെ നോക്കുന്നത്. ഇവിടെ ഹാമറാണ്. ഇതെന്താ റിമോട്ട് കൺട്രോൾ. ഇപ്പം ഗ്രാനി വരും. ഞാനിങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ എൻ്റെ അടുത്തില്ലേ. ഗെറ്റ് ക്ലോസർ. ഇപ്പം ഇങ്ങോട്ട് വരുമോ മച്ചി? ഇപ്പോൾ വാതിൽ തുറക്കും. ഇതിനുള്ളിൽ ചത്ത്. മഞ്ചി ഗൈസ്, സമ്മച്ച് പിടിച്ചു ഗൈസ്, സമ്മച്ച് പിടിച്ചു. ബാക്ക് 2 ആണ്. എല്ലാവരും പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇതാക്കുക. പിന്നെ നമ്മൾ ഇങ്ങനെ പിന്നെ ഇപ്പം നമ്മൾ ഫോണിലാണ് കളിക്കണമെങ്കിലും പിന്നെ നമ്മൾ ലാപ്പിലാവും. ലാപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ PS4 PS3 ഒക്കെ മേടിക്കും. അതിൻ്റെ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊക്കെ മിസ് ചെയ്യാതെ കാണണേ. ഇവിടെ ഒരു വാതിൽ നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇവിടെ എന്തോ അങ്ങോട്ട് സ്പെഷ്യൽ കീ ആണോ? ഇതെന്താ ഹൈഡിങ് സ്പേസ് കേട്ടാ. ഇതിലെ ഹൈഡിങ് സ്പേസ് ഇങ്ങനെ തട്ടുക. അപ്പോൾ ഗ്രാനി വരും. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ മാറുക. അങ്ങനെ എൻ്റെ ഐഡിയ. ദിസ് ഈസ്
എനിക്ക് ഗ്രാനി ഇഷ്ടമായിട്ടോ. ഞാൻ കുട്ടിക്കാണെന്ന് പറഞ്ഞു ആരോ വിചാരിച്ചത് നെഗറ്റീവ് എന്ന് വിചാരിക്കരുത്. അങ്ങനത്തെ ആളുകളല്ല, പോസിറ്റീവാണ്. പിന്നെ ഒരു ഇതുണ്ട് കേട്ടോ, നമ്മളിതാ ഇവിടെ എന്തെങ്കിലും സാധനമായിട്ടാണ് ഗ്രാൻഡ് ഇങ്ങോട്ട് വിളിച്ചെടുത്തുക. എന്നിട്ട് ഇതാ ഇവിടെ നമ്മളിങ്ങനെ കൊന്നിങ്ങോട്ട് ഒളിച്ചിക്കുക. അപ്പോൾ ഗ്രാൻഡിൻ്റെ ഉള്ളിൽ കയറിയാൽ നേരെ വാതിലാണ്ട് പൂട്ടുക, ഇതാണ്ട് ലോക്ക് ചെയ്യുക, ഇതാണ്ട് ഓണാക്കുക. അപ്പോൾ എന്തുണ്ടാവുക, ഗ്രാനി 30 സെക്കൻഡത്തേക്ക് പോകുമെന്ന് വെച്ചാൽ മയങ്ങും. മനസ്സിലായ? ബുദ്ധി വേണം എന്നെപ്പോലെ. ബുദ്ധി നമുക്കൊക്കെ ബുദ്ധി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ പുറത്ത് യൂസ് ചെയ്യാൻ ഇവിടെ എന്തൊക്കെയോ ആണെന്നൊന്നും പറയില്ല. ഫുള്ള് മിസ്സിങ് ഇയർ എന്നാണ് കാണിക്കേണ്ടത്. അതായത് നമുക്ക് ആ കോങ്വീലിട്ടില്ല, അത് വെക്കാനുള്ളതാവും സംഭവം. അമ്മച്ചി ഇവിടെ അമ്മച്ചി പെടുത്തുന്നുണ്ട്. അമ്മച്ചി പോവുകയാണ്. അപ്പോൾ അമ്മച്ചി പോയ സ്ഥിതിക്ക് ഇനി നമുക്കും പോകാലോ. ഇങ്ങനെ പോവാം. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇത് കണ്ടില്ലായിരുന്നു, എന്താ പറയുക, ബോക്സ് കണ്ടില്ലായിരുന്നു. അത് നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഗ്രാനിംസിൻ്റെ റൂമിൽ വന്നിട്ട് ഇതിന് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൈക്കുള്ള ആ സാധനം നമുക്ക് തരും. അപ്പോൾ അത് അങ്ങനെയാണ് കളി. ഇതെന്താ ഷോർട്ട് ഒരു പാർട്ട് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം 3 പാർട്ടാണ്. നമുക്കൊരു പാർട്ട് കൂടെ ഇട്ടിട്ട് ഷോർട്ട് ഗൺ റെഡിയാവും. അങ്ങനെ നമുക്ക് ഗ്രാനി മെഷീനെ ഗണ്ണിട്ട് പിടിച്ചിടാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഈ പാർട്ട് കൊണ്ടുപോയാൽ ഇവിടെ വെക്കാം. ഇവിടെയൊക്കെ ഒരു പാർട്ട് ഇങ്ങനെ വെക്കുന്നത് എന്താണല്ലേ. അപ്പോൾ ഈ ലാസ്റ്റ് ഈ ഒരു പാർട്ട് കൊണ്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഗണ്ണ് സെറ്റാവും. പിന്നെ അതിൻ്റെ അടുത്തുള്ള ആമോ എടുത്തുകൊണ്ട് ഗ്രാനി മെഷീനെ ഷൂട്ട് ചെയ്യാം. കേസ് നമുക്ക് വെപ്പൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഷോട്ട് ഗണ്ണ് വേണമെന്നില്ല, ആ വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഷോട്ട് ഗണ്ണ് കിട്ടുന്നത് നല്ലൊരു ഇതാണ്. വെപ്പൺ കീനെക്കാട്ടിയും കുറേ നേരം അമ്മച്ചി അവിടെ അങ്ങനെ ബോധം വിട്ട് പോകും. അതാണ് അതിൻ്റെ ഒരു ഇത്. മാറാനൊക്കെ ഉണ്ട് കേസ്. നമുക്ക് വേറെ വെപ്പൺ കീ തുറക്കുന്ന സ്ഥലത്ത് പോവാം. വണ്ടിക്കോ അമ്മച്ചി വരുന്നുണ്ട്. അമ്മച്ചി ഇങ്ങോട്ടൊന്നും വരില്ല, കാരണം എന്നെ പേടിയാണ്. ഞാൻ ആരാ അപ്പോ ഇതൊരു ഹൈഡ് ആൻഡ് സീക്ക് പോയി. അപ്പം നമുക്ക് ഗ്രാനി അമ്മച്ചിൻ്റെ പിന്നാലെ പോകാം. അണ്ണാച്ചി പോയി. ഏതാ ചിരി. അമ്മച്ചി പോയ സ്ഥിതിക്ക് നമുക്ക് ഇങ്ങോട്ട് പോവാലേ. പോട്ടെ സ്ഥലങ്ങളിലേക്ക് പോട്ടെ. പോയി. ഇവിടെ ഇത് കെണി വെച്ചിട്ടുണ്ട്, ട്രാപ്പ് വെച്ചിട്ടുണ്ട്. വരുന്നുണ്ടോ? ഇതാണ് നമ്മൾ വെപ്പണിക്ക് എടുക്കുന്ന സ്ഥലം.
നേരെ ഈ ക്രോസ് ബോണ്ട് എടുക്കുക, പൊണി കെട്ടി ഇട്ട് നീ ഇത് സാധനം എടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടിയെല്ലാം സെറ്റായി. നീ അമ്മച്ചി ഇങ്ങോട്ട് ഇപ്പോൾ വരും, കാരണം നമ്മൾ ആ കീ ഇങ്ങോട്ട് നിലത്ത് കിട്ടല്ലോ. അപ്പോൾ അതിൻ്റെ സൗണ്ട് ആയിട്ടാണ് അമ്മച്ചി ഇപ്പം കൊണ്ട് വരും. നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് അതിനെ അപ്പോൾ 1 മിനിറ്റത്തേക്ക് അമ്മച്ചി വീട്ടുണ്ട്. നമ്മൾ വിട്ടുപോയി. നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളെ ഒറ്റ സുഹൃത്തായിരുന്നു ഗ്രാനി അമ്മച്ചി നമ്മൾ വിട്ടു പോവുകയാണ് ഗൈസ്. ഇത് നമുക്ക് തുറക്കാം. ഇത് തുറന്നാൽ ഇവിടെ ഇതൊക്കെ കിട്ടില്ല കേട്ടോ. ഈ നൈറ്റ് മെയർ കളിക്കുമ്പോൾ ഇവിടെ കിട്ടില്ല സാധനം. ഇവിടെ ഒന്നും എടുക്കാനില്ല, വെറുതെ വന്നേ. ഇവിടെയൊക്കെ തള്ള കെണിച്ചിരുന്നു. ഇതിപ്പോൾ എന്ത് ചെയ്യുക? മാഞ്ഞു പോ തെജാലെ മാഞ്ഞപ്പോ. ഇവിടെ എന്തല്ലോ ഷോർട്ട് ഗണ്ണിന് പാർട്ട് കിട്ടി. ഇതും ഒഴിവാക്കി. ഇത് നമുക്കിനി വേണ്ട. വേണട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാണേ, ആവശ്യം ഉണ്ടായിട്ട്. ഫസ്റ്റ് നമുക്ക് ഷോർട്ട് ഗൺ ഉണ്ടായിട്ട് നോക്കാം. ഷോർട്ട് ഗണ്ണിൻ്റെ ഈ പാർട്ട് ചെയ്യാം ഇതുകൊണ്ടിട്ട് നോക്കാം. നമ്മൾ ഫുൾ ഈസിയാണ്, മടിയനാണ്, ഈസി പണിയാണ് ഉണ്ടായത്. അങ്ങനെയുണ്ട് നമ്മൾ ഈസി പണി. ഇൻ്റലിജൻറ്റ് ആർക്കെങ്കിലും ഉണ്ടായി, ആർക്കെങ്കിലും മുന്നത്തെ ബുദ്ധിയുണ്ട് ഗൈസ്. ഇത് പുതിയ ബുദ്ധിയാണ്. തള്ള എണീച്ചെന്ന് തോന്നുന്നുണ്ട്, നടക്കുന്ന സ്വന്തം കേൾക്കുന്നുണ്ട്. നമ്മുടെ ഷോർട്ട് ഗണ്ണിൻ്റെ ഇത് ഫുള്ള് ഇറങ്ങിയിട്ടുണ്ട്. ആമോ ഇടുക, എന്നിട്ടിങ്ങനെ ഏതാ വൈപ്പില്ല. ഞാൻ ചിപ്പ് കൊണ്ടുവരും, തലക്കെട്ട് 2 എണ്ണം പൊട്ടിക്കുക. വരട്ടെ പുതുമാരി ഇവിടെ വരുന്നുണ്ട്. ഇറങ്ങി വരുന്ന തള്ള ഇപ്പം കൊണ്ടുവരും. കുഴപ്പമില്ല, എങ്ങനെയാലും നമുക്ക് കൊടുത്തിട്ടാൽ മതി. നമുക്ക് ഇവിടുന്ന് വേറെ സ്ഥലം കളിക്കാം. നമുക്കിനി കുറച്ച് സ്ഥലങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാണ്ട്. ഇവിടെ എന്തൊക്കെയാണ് ആവശ്യം? പാഡ്ലോക്ക് കോഡ്, പാഡ്ലോക്ക് കീ, കട്ടിങ് പ്ലെയർ, മാസ്റ്റർ കീ, ഹാമർ. ഇത്രയൊക്കെ മതി. ഇതിവിടെ കിടക്കട്ടെ. നമുക്ക് ഈ ബേർഡ് സീഡ് കിട്ടണ്ട. ഞാൻ പറഞ്ഞ സ്ഥലം ബേർഡ് സീഡിൻ്റെ ബേർഡ് സീഡ് ഇവിടെ ബേർഡ് സീഡ് ഇവിടെ അങ്ങനെ വിട്ട് മടിയമ്മ നോക്കുക. ഇതുപോലെ മടിയം പണി എടുത്താൽ ഇവിടെ എത്തിയാൽ നമുക്ക് നേരെ ബേർഡിന് സീഡ് കൊടുക്കാം. അതാണ് ബേർഡ് സീഡ്. മനസ്സിലായോ? അല്ല സോറി, ഇവിടെ സീഡ് എടുക്കുന്നുണ്ട്. ഈ പാത്രത്തിൽ സീഡ് എടുക്കുമ്പോൾ ആ കാക്ക വന്നാണ് ഇവിടെ എത്തുന്നു. ആ ടൈമിൽ നമ്മൾ ഇവിടുത്തെ കുന്ത്രാട്ടം എടുക്കുക, കോങ്വീല്. ഇതെടുത്താണ്ട് നമ്മൾ നേരെ മണ്ടിയാണ്ട് എവിടേക്കാ പോവുക? നമ്മളിപ്പോൾ പ്ലേ ഹൗസ് ഇല്ലേ, നമ്മളിപ്പോൾ തുറന്നിട്ട് പുറത്തുള്ള ആ പ്ലേ ഹൗസ് കൊണ്ടുപോയിട്ട് ഈ മിക്സിങ് ഹിയർ എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ കൊണ്ടുപോയി വെക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക, എവിടെയെങ്കിലും കയറ്റി നിന്നോളൂ. അങ്ങനെയുണ്ട് ബുദ്ധി. പിന്നെ അവിടെ ഒരു കോൺഗ്രസ് ഉണ്ട്, അതൊക്കെ നമുക്ക് എടുത്ത് നോക്കാം. ഇവിടെ അവിടെ തന്നെ കൊണ്ടുപോയി. വീണ്ടും മിസ്സിങ് ഹിയർ. അപ്പം ഇന്നും വേണം. അപ്പോൾ നമുക്ക് നേരെ ചാടട്ടാ. എന്ത് പറഞ്ഞാലും പിന്നാലെ ഉണ്ടാവും. ടൂറിങ്ങനെ കേൾക്കാം. ഒരു പേടിയാണ് ഗൈസ്, പേടി. ഇവിടെ പോയിട്ട് ക്രോസ് ബോൾ റീലോഡ് ചെയ്യണം. റീലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ പോയി ഗ്രാനി അമ്മച്ചിനെ അടിക്കട്ടോ. ഇവിടെ നമ്മൾ അമ്മാമ്മ അങ്ങോട്ട് വരട്ടെ. മൂഞ്ചി നമ്മൾ വെക്കാൻ ഷൂട്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ടൈം വൈകിപ്പോയി. ഡേ 3 തന്നെയാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ ആഡ് വന്നു, അതുകൊണ്ടാണ്. നമുക്ക് നിങ്ങൾ പോയിട്ട് ഇവിടെ ഡ്രോയർ നോക്കാം. ഇവിടൊന്നുമില്ല.
ഫസ്റ്റ് നമുക്ക് അടിച്ചിടാം, എന്നിട്ട് നമുക്ക് ക്രോസ് ബോയിൽ പണിക്കാം. ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സാധനം കിട്ടും. വേറൊന്നുമില്ല, സ്ക്രൂ ഡ്രൈവറായിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ തുറക്കാണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇവിടെ പോയിട്ട് തുറക്കാം. ഇതെന്താണ് തോന്നുന്നത്? നേരെ ഇവിടെ പോയിട്ട് ഇവിടെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ തുറക്കാണ്ട്. നമുക്ക് പാഡ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി പാഡ്ലോക്ക് നമുക്ക് നേരെ മെയിൻ ഡോറിൻ്റെ അടുത്ത് പോകാം. മൊത്തം മെയിൻ ഡോർ എസ്കേപ്പും കാർ എസ്കേപ്പും പിന്നെ അണ്ടർഗ്രൗണ്ട് എസ്കേപ്പ് ഉണ്ട്. ഗ്രാനി പിടിച്ചു ഗൈസ്. നമുക്ക് ചിലപ്പോൾ ഈ എപ്പിസോഡിൽ തന്നെ എസ്കേപ്പ് ആവാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് അടുത്ത എപ്പിസോഡൊക്കെ ആയിട്ട് എസ്കേപ്പ് ആവാം. ഡേ 4 ആയിട്ടുണ്ട്, ഡേ 5 വരെ ആണ്. കയറി ചെന്ന കേസ് നമ്മളെ അമ്മച്ചിൻ്റെ മുമ്പിലാണ് ഇങ്ങനെ ഇരിക്കുന്ന മൂഞ്ചിയില്ല. സൂവിൻ്റെ ആഡ് ഒന്നാണ് നമ്മൾ ഒരുപാട് ഓഫായത്. അപ്പോൾ ഇത് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇത് ലാസ്റ്റ് ഡേ 5. എന്തായാലും നമ്മൾ പോകും ഉറപ്പാണ്. അപ്പോൾ കളിച്ചിട്ട് കാര്യം എന്താ വെച്ചാൽ ചെറിയൊരു കാര്യം ലോക്ക് തുറന്നില്ല. ലോക്ക് തുറന്നു. ഇവിടെ നിന്ന് തുറക്കുന്നില്ല, കാണുന്നില്ല, ഒന്നും തുറക്കണ്ടാവില്ല. നമുക്ക് നേരെ പോകാം. പ്ലാൻ ഹൗസ് പോകാം. പ്ലാൻ ഹൗസിന് ഇവിടെ വെക്കാൻ പറ്റുമോ? ഇല്ല, ഇവിടെ പറ്റില്ല. ഇവിടെ ഒന്നും പറ്റില്ല. ഇവിടെ പറ്റൂല. അപ്പോൾ കോൺവിയിൽ ഈ കോൺവിയിൽ ഇവിടെ വെക്കാനുള്ളതല്ല കേട്ടോ. ഇത് വേറെ എവിടെയെങ്കിലും വെക്കാനുള്ളതാവും. അപ്പോൾ നേരെ നമുക്ക് ഇനി ഒരു സംഭവം ഉണ്ട്. നമ്മളെ ക്രോസ് ബോ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കാണിച്ചു തന്നിട്ട് നമ്മൾ വീണ്ടും കയറി ചെയ്യുന്നത് ഗ്രാൻഡ് മുമ്പിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ഞാൻ ഒന്നുകൂടെ പറയണേ, ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർക്ക് സബ് ചെയ്യുക. ഇത് ലാസ്റ്റ് ആട്ടോ, ലാസ്റ്റ് സീനാണ്. ഗ്രാനി കയ്യേറ്റി വിളിക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്, ലാസ്റ്റ് മരണമാണ്. അപ്പോൾ നമ്മൾ ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എസ്കേപ്പ് ആവേണ്ട വീഡിയോ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരാം, പിന്നെ വരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.